വെൽക്കം ടു അനിട്ടാലോ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സിനിമ കാണാനാണ്. അതിൻ്റെ പേരാണ് പാട്രിയോട്ട്. മോഹൻലാലെങ്കിലും മമ്മൂട്ടിയെങ്കിലും സിനിമയാണ്. എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ലെറ്റ്സ് ഗോ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച. ഹനി പറഞ്ഞ മാതിരി വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ പാട്രിയോട്ട് സിനിമ കാണുമെന്നുള്ളതാണ്. ഇത്തവണ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് ചണ്ഡീഗഡിലല്ല, മൊഹാലിയിലാണ്. മൊഹാലിയിലെ മൊഹാലി വാക്ക് എന്ന് പറഞ്ഞ ഒരു മാളിലത്തെ PVRലാണ് പാട്രിയോട്ട് സിനിമ. ഉച്ചയ്ക്ക് 2:20 സിനിമ. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഒരു 11 മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാത്രിത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റായി. കാരണം 2:20 എന്ന് പറയുന്ന ഒരു ടൈമല്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ സിനിമ തുടങ്ങി ഇൻ്റർവെൽ ആകുമ്പോഴും കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു ടൈമില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന്. പക്ഷേ ഇറങ്ങി 12:45. അത് കാരണം ധൃതി പിടിച്ച് പോവാണ്. ഈ മൊഹാലി വാക്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഇതിന് മുമ്പേയൊക്കെ ഞങ്ങൾ ചണ്ഡീഗഡത്തെ PVRലും എലാൻറ്റെ മാളത്തെ PVRലും PVR സെൻട്രയിലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല മനോഹരമായ സൂര്യകാന്തി പാടങ്ങളൊക്കെ നിറയെ കാണാൻ പറ്റി. പക്ഷേ കുറച്ച് ലേറ്റായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂത്തിന് ഭയങ്കര ഇതായിരുന്നു. സിനിമ കാണാൻ ലേറ്റാവും, തുടങ്ങി കഴിഞ്ഞിട്ട് കണ്ടിട്ട് പിന്നെ കാര്യമില്ല, മുഴുവനായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെയോ റിക്വസ്റ്റ് ചെയ്തത് ഒരു സൂര്യകാന്തി പാടത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് ആണ് ഇവിടെ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ സൂര്യകാന്തി പൂക്കുന്ന സമയം. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹാർവെസ്റ്റും കഴിയും. കാരണം ഓഗസ്റ്റൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ മഴയാവും. അന്നേരം മഴയ്ക്ക് മുമ്പേ ഇവർ ഹാർവെസ്റ്റ് ചെയ്ത് പാടത്ത് തന്നെയാണ് ഹാർവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സീഡ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലും പിന്നെ തണുപ്പ് കാലത്താണെങ്കിൽ കടുകെണ്ണയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ പാടുണ്ട്, അതിന് കെയർ ടേക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോസ് എത്ര വേണമെങ്കിലും എടുത്തോളൂ, പക്ഷേ പൂ പറിക്കാൻ പാടില്ല എന്ന്. നല്ല വലിയ പാകമായ പൂക്കളായിരുന്നു. അമ്പാലയിലൊക്കെ ഇപ്പോൾ ചെറിയ പൂക്കൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർ കുറച്ച് വൈകിയാണ് തോന്നുന്നു ഇത് വിത്തിട്ടത്. അപ്പോൾ ഇവിടെ നല്ല മുഴുവനായിട്ട് വിരിഞ്ഞ വലിയ പൂക്കളായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം 1:30 ഉണ്ടാവും. ഞങ്ങൾ ലുധിയാന NH 2053A ഹൈവേ ലുധിയാന ഹൈവേയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴിയിലുള്ള ഒരു സൂര്യകാന്തി പാടമാണിത്. അപ്പോൾ ഈ വഴിയിൽ നിറയെ സൂര്യകാന്തി പാടങ്ങളുണ്ട്. കുറേ സ്ഥലത്തൊക്കെ പിന്നെ ഗോതമ്പ് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ പറഞ്ഞ മാതിരി സൂര്യകാന്തി പാടങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ലേറ്റ് ആയതിന് ഇതന്നെ മോന്ത് പെട്ടെന്ന് 5 മിനിറ്റിൽ വേഗം പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞ് വലിയ മനസ്സൊന്നും ഇല്ലാണ്ട് ഇറക്കി വിട്ടതാണ് ഇവിടെ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് മുമ്പോട്ട് വന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ കാണുന്നത് മുഴുവൻ പുറകിലോട്ട് നിറയെ സൂര്യകാന്തി പടങ്ങളാണ്. ഇത് ചോളമാണ്. ചോളം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ, പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ, ഇതുവരെ കായ്ച്ചു തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങളത് മൊഹാലി വാക്കിൽ എത്തിയിട്ടുണ്ട്. അംബാലയിൽ നിന്ന് ഏകദേശം 52 കിലോമീറ്ററാണ് മൊഹാലി വാക്കിലേക്കുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സിനിമ റിലീസായ ആദ്യ ദിവസം തന്നെയാണ് ഞങ്ങൾ കാണാൻ പോയത്. പിന്നെ അത് ഇവിടെയൊക്കെ എത്ര ദിവസം ഈ സിനിമ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാണ് ഞങ്ങൾക്ക് റിവ്യൂ ഒന്നും കിട്ടിയൊന്നുമില്ല, എങ്ങനെ ഇരിക്കും എന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടല്ലോ, അപ്പോൾ കണ്ടേക്കാമെന്ന് വിചാരിച്ച് കാണാൻ വന്നതാണ്. ഈ മൊഹാലി വാക്ക് അത്യാവശ്യം വലിയ ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇത് കണ്ടോ, DMart ഉണ്ട്, പിന്നെ കുറേ പ്രീമിയം ഷോപ്സൊക്കെ ഉണ്ട്. ഇത് മൊഹാലി എയർപോർട്ട് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് PVRൻ്റെ അടുത്തെത്തി. ഇപ്പോൾ PVRൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ട്രാംപളിൻ പാർക്കുണ്ട്. അങ്ങനെ ഹനിക്ക് ചെന്നപ്പോൾ തന്നെ അത് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിൻ്റെ സമയം 2:15. ബേസ്മെൻറ്റിൽ പാർക്കൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും 2:15 ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. അപ്പം അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് വരികയാണ്. അങ്ങനെ ഞങ്ങളത് PVRലെത്തി.
പോപ്കോണൊക്കെ ഓൾറെഡി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം പിന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. എന്തായാലും ഇവിടെ എത്തുമ്പോൾ അത് ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ പോപ്കോണും കൂടി ബുക്ക് ചെയ്തു. ഇപ്പം ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്ത് കയറുകയാണ്. ഒരു കുഞ്ഞു തിയേറ്ററാണ്, അത്ര ഈ മൊഹാലി വാക്കിലത്തെ തിയേറ്റർ അത്ര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞു തിയേറ്ററാണ്. അപ്പോൾ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു. ആൾക്കാർ പോയപ്പോൾ കുറവായിരുന്നു, പിന്നെ അത് ഫില്ലായി കേട്ടോ. അങ്ങനെ ഞങ്ങളത് സിനിമയൊക്കെ കണ്ട് ഇറങ്ങി. ഒരു 5:15 ആകുമ്പോഴത്തേക്കും 5:30 ആകുമ്പോഴത്തേക്കും സിനിമ തീർന്നു. നല്ല സിനിമയായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ സോഷ്യലി റിലവൻ്റായ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദും കുഞ്ചാക്കോ ബോബനൊക്കെ അവരവരുടെ റോള് ചെയ്തു. രേവതി കുറച്ചായിരുന്നെങ്കിലും നല്ല ഇമ്പാക്റ്റ്ഫുള്ളായൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ നയൻതാരയ്ക്ക് അത്ര വലിയ റോളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉള്ളത് നയൻതാര നല്ലോണം ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും സിനിമ നല്ലതായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ 12 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചതല്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം നോക്കി നടക്കുക. ഇവിടെയാണെങ്കിൽ ഒരു സ്ക്രീനിൽ IPL ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് പോയി. പിന്നെ അത് ഇവിടുന്ന് കഴിക്കേണ്ട, പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാലോ ഇതിനകത്ത് നല്ലോണം എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഹനി ട്രാംപ്ലിൻ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾ ട്രാംപ്ലിൻ പാർക്കിൽ പോകണം. ഞങ്ങളത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ ട്രാംപ്ലിൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നോക്കുമ്പോൾ വീക്കെൻഡിൽ ഹാഫ് ആൻ അവറിന് 400 റുപ്പീസാണ്. അത് ട്രാംപ്ലിൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കാണുന്ന ബില്യാർഡ്സിനൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതും വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി. ഹനി ഇത്തിരി വിഷമത്തിലേക്കായി, പക്ഷെ എന്നാലും അങ്ങനെ അതിനകത്ത് കാര്യമില്ലയെന്ന് കണ്ട കാരണം ഞങ്ങൾ ഇവിടെ താഴെ DMart ഉണ്ട്. അപ്പം ഒന്ന് DMartൽ കയറി നോക്കാം എന്നും പറഞ്ഞിട്ട് DMartലേക്ക് പോകണം. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രസ്സും ബാഗ്, പിന്നെ ഫാൻസി ഓർണമെൻറ്റ്സ്, ഡോൾസ്, ടോയ്സ്, അങ്ങനെയൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളത് DMartലേക്ക് നടക്കുകയാണേ. മൊഹാലി വാക്കിൻ്റെ എൻട്രി ഇതേ ഇവിടെ നിന്നാണേ, മാളിൻ്റെ. അപ്പോൾ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ DMartലേക്കും പോകേണ്ടത്. PVRലേക്ക് നമ്മൾ പോയത് ആക്ച്വലി ബേസ്മെൻറ്റിൽ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്നായിരുന്നു. അതിൻ്റെ മോള് അതെങ്ങനെയാണോ കഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കും. നല്ല രസം. മാനി കയറ്റാം. കിട്ടിയാ? എത്രയാന്ന്? സ്ട്രോബെറി ചോക്ലേറ്റ്. അങ്ങനെ DMartത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഹനിക്ക് കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രം വാങ്ങി. ഞങ്ങൾ ഹനിക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് ബേസ്മെൻറ്റിലേക്ക് പോകണം. അപ്പോഴത്തേക്കും സമയം ഏകദേശം 6:30 ആയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് വേഗം വീട്ടിലെത്തണം എന്നുണ്ടായിരുന്നു. കാരണം സാറ്റർഡേ രാവിലെ ഹനിക്ക് സ്കൂളിലും പോകണം. അപ്പം ഇനിയിപ്പോൾ 6:30ക്ക് ഇറങ്ങിയാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 9 മണിയൊക്കെ കഴിയും, രാത്രിത്തെ ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ബേസ്മെൻറ്റിലെത്തിയിട്ട് വണ്ടിയെടുത്ത് പോവാണ്. അങ്ങനെ ഞങ്ങൾ മൊഹാലിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ എന്തായാലും 1.5 മണിക്കൂർ കൂടുതലെടുക്കും അവിടെ ചെല്ലാൻ. അപ്പോൾ അവിടെ നിന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഹനി കുറച്ച് പോപ്കോൺ കഴിച്ചാൽ ഹനിക്ക് അത്ര വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വഴിയിൽ എവിടെന്നെങ്കിലും ബർഗർ കിങ് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് മോന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അത്. പക്ഷേ ബർഗർ കിങ്ങിൽ എത്തുമ്പോഴത്തേക്കന്നെ ലേറ്റായി, കാരണം വഴിയിൽ ടയറൊക്കെ പഞ്ചറായി. പിന്നെ ഞങ്ങളതൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ബർഗർ കിങ്ങിലെത്തി. 3 ബർഗറും ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ കാപ്പുച്ചിനോയും ഹനിക്കൊരു ബ്ലൂബെറി ജ്യൂസും ഓർഡർ ചെയ്തു. പ്രത്യേക സമയം ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്ന് ലൈറ്റായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണേ. ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഹനിക്കാണെങ്കിൽ ഇവിടുത്തെ ഗാർഡൻ കണ്ടപ്പോഴത്തേക്കും അവിടുന്ന് ഫോട്ടോസ് എടുക്കണം പറഞ്ഞു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നല്ലൊരു വീക്കെൻഡും എൻജോയ് ചെയ്ത് മൊഹാലിയിൽ നിന്ന് തിരിച്ച് പോവാണ്. മൊഹാലി എന്നല്ല, ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ബർഗർ കിങ് അന്വേഷിച്ച് ആക്ച്വലി ആ മൊഹാലി അംബാലയിലേക്ക് വരുന്ന റൂട്ടിലൊന്നും ബർഗർ കിങ് ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അന്വേഷിച്ച് അവസാനം ബാനറിന് എന്തോ പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു ബർഗർ കിങ് കിട്ടിയത്. അങ്ങനെ ഞങ്ങളത് തിരിച്ച് അമ്പാല എത്തി. ഇപ്പോൾ ടയർ പഞ്ചറായത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് സന്തോഷം മാത്രം ചിന്തിച്ച് സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.